ഇന്ന് നമ്മളെ ആറ്റുകാല് പൊങ്കാലയാണ് നാളെ. അപ്പം അത് കാരണം കാലത്ത് തന്നെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊങ്കാല. വണ്ടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ദിവ്യ ചീത്ത പറയാൻ തന്നെ യൂട്യൂബിലേക്കൊക്കെ പിടിക്കാനായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ പറ്റുമെന്ന്. അപ്പം ഞങ്ങൾ മണ്ണാർശാല വന്നേക്കാട്ടോ. പിന്നെ കുറേ അമ്പലങ്ങളിലൊക്കെ തൊഴുതിട്ട് മണ്ണാർശാല വന്ന് തൊഴുതു. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരുമ്പോൾ കാട്ടിൽ മേക്കലിൽ അമ്പലത്തിലേക്ക് വരണമെന്ന്. അവിടെ വരുന്നത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇതുവരെയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വേറെ അമ്പലങ്ങളിലേക്കൊന്നും അധികം അമ്പലത്തിലേക്കൊന്നും കയറാണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വഞ്ചിയിൽ കയറാൻ പോകുമ്പോൾ ഈ അമ്പലത്തിലേക്ക് വരുന്നെങ്കിൽ വഞ്ചിയിൽ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി. അപ്പം ഞങ്ങൾ വഞ്ചിയിൽ കയറാൻ പോകാട്ടോ. ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ രസമാവും. അത് ഓവർലോഡായ ഞാനിപ്പോഴാലേക്ക് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ കാര്യം ഞാൻ ജോലിക്ക് വരാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് പൊക്കളാ പറഞ്ഞിട്ട് ഞാനത് വിജയോട് പറഞ്ഞത് മറക്കില്ല. ഫസ്റ്റത്തെ പൊങ്കാലയ്ക്ക് പോക്കുള്ളത് മറക്കില്ല നമ്മള്. അപ്പോഴേ ഇവിടെ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ നിന്നിട്ടൊരു കാരണവർ പറഞ്ഞു ആദ്യം ഇവിടെ എന്താ പറയുക മേക്കാവ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പാറമേക്കാവ് ശ്രീമൂലസ്ഥാനം എന്തെങ്കിലും ആവട്ടെ. ദിവ്യ പറയണില്ലേ, ശരിക്കും അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ അമ്പലത്തിൻ്റെ വെറ്റിലും വെച്ചിട്ട് തൊഴണം. വെറ്റിലും പാക്കി വെച്ച് തൊഴുതിട്ട് വേണം. അപ്പം ഞാനും ദിവ്യ നമ്മുടെ കൂടെയുള്ള എല്ലാവരും വെറ്റിലും പാക്കൊക്കെ വാങ്ങിച്ച് ദേ ആ കണ്ണതാണ്. ദിവ്യ അങ്ങോട്ടൊന്ന് കാണിക്കൂ. ആ കണ്ണതാണ് ശ്രീമൂലസ്ഥാനം. അവിടേക്ക് പോവാട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടേക്ക് വരാൻ പറ്റിയാലും. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. എന്താ വെച്ചാൽ എല്ലാ ചുറ്റും കടല, ആ കടലിൻ്റെ നടുക്കാണ് ഈ അമ്പലം. എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്ഥലമാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്. അപ്പം നമുക്ക് ബാക്കി പിന്നെ കാണാം. ഞാനും പറഞ്ഞെന്തെങ്കിലും പറയൂടോ, അല്ല എന്തെങ്കിലും ഒന്ന് പറയേ. ഇതേക്കണ്ട വിജയേച്ചിന്റെ ലാഫോമിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത വിജയേച്ചി ഒരു ഹായ് പറയൂ. യൂട്യൂബിലേക്കാണ്. വിജയേച്ചിയുടെ കൂടെയുള്ള കുട്ടിയും പറയൂ ഹായ്. ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് എല്ലാ കൊല്ലം പൊങ്കാലിടാൻ വരുന്നതാ. അപ്പൊ തൊഴുതിട്ട് വരാന്ന് വിജയേച്ചി പറഞ്ഞേട്ടാ. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ശ്രീമൂലസ്ഥാനം. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതിൻ്റെ അകലേ നിന്നിട്ട് കാണിച്ചു തരുന്നത്. അപ്പതേ ഇതാണ് ആ ശ്രീമൂലസ്ഥാനത്ത് തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇതാണ് പുറത്തുനിന്ന് നോക്കണ ഒരു ഭംഗി കണ്ടോ. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും
ഒക്കെ ഉണ്ട്. ഉള്ളിൽ ചിലപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കയറിനേക്കാളും മുന്നേ തന്നെ ഇത് എടുത്ത് വെക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ എത്തിയിട്ട് എനിക്കറിയില്ല എങ്ങനെയാ സന്തോഷം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷമുണ്ട്. ഭഗവതിക്ക് 100 കോടി പ്രണാമം. ഇവിടേക്കുള്ള വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, മണി കെട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട്, ഇവിടെ സാധാരണത്തെ പോലെയല്ല, മണി കെട്ടാനുള്ള റെസീറ്റൊക്കെ എടുത്ത് അമ്പലത്തിനുള്ളിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പൂജിച്ചിട്ട് കിട്ടണം മണിയാണ് നമ്മുടെ ഇവിടെ കെട്ടുന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാനായിട്ട് പോവാനായിട്ട്. കണ്ടോ, ഒരു എന്താ പറയാ, ഒരു ആലമ്പ ഇങ്ങനെ നിറച്ച് മണികളിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ. എന്ത് രസമാണ് ഇങ്ങനെ കാണാൻ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ മണികളിങ്ങനെ കെട്ടി വെച്ചു. ഞങ്ങളിതൊക്കെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നടടച്ച് 11-20 നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എന്ത് രസമാണ് നോക്കൂ. ഭയങ്കര ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കേട്ടാ ഈ അമ്പലത്തിന്റെ ചുറ്റ് കടല. ഭയങ്കര ഭംഗിയ കാണാനായിട്ട്. ഭയങ്കര ഭംഗിയുണ്ട്. ചുറ്റും കടല, അമ്പലത്തിന്റെ ചുറ്റും കടല. പൂജിച്ച് നമുക്ക് മണിയൊക്കെ അമ്പലത്തിന്റെ ഉള്ളിൽ കൊടുത്ത് പൂജിച്ച മണിയൊക്കെ ഇങ്ങനെ കെട്ടി അത് പ്രാർത്ഥിച്ചവിടെ ഇങ്ങനെ ഓരോന്നോരോന്ന് കെട്ടണം. ബോട്ടിന്റെ പേര് കണ്ട, കാട്ടിലമ്മ. അങ്ങനെ ഞങ്ങള് കാട്ടിൽ മേക്കതി ദേവീക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞു. അവിടെ നിന്ന് തൊഴുതു, ഉച്ചക്കലത്തെ ശിവയിലൊക്കെ കണ്ടു, നടടച്ചതും കണ്ടു. അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കഞ്ഞൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോവാണ് കേട്ടോ. കടത്ത് കടന്നിട്ട് ബോട്ടിൽ ഞങ്ങൾ റിട്ടേൺ പോവാ. ഇനി ഇവിടെ നിന്ന് നേരെ ആറ്റുകാലമ്മയുടെ അടുത്തേക്ക്. ആറ്റുകാലമ്മയുടെ അടുത്ത് പോകുമ്പോൾ എന്താ പറയുക, ശ്രീ പത്മനാഭൻ്റെ അവിടെയും പഴവങ്ങാടിയിലും ഒക്കെ പോകും. അപ്പം അതൊക്കെ ഇനി കാണിച്ചു കേട്ടോ. ബാത്റൂമൊക്കെ ഉണ്ടോ, വണ്ടിയുടെ നോക്കിയിട്ട് മേടിച്ച ബാഗ് എന്താണ് എനിക്ക് ഗുണമായി. അതിൽ ലേദ്യം വെച്ചിട്ടുണ്ട്.
നിറച്ച ആൾക്കാരാകുമ്പോഴാണ് അങ്ങനെ ഞങ്ങള് ഇക്കരെ പോരായിരുന്നില്ലേ അവിടെ കാണാനായിട്ട്. അപ്പോഴേ ഞങ്ങൾ ആറ്റുകാലിലെത്തിയിട്ടോ. ആറ്റുകാലിലെത്തിയിട്ടില്ല, കുറേ നടക്കാനുണ്ട്. ഇന്ന് ഭയങ്കര തിരക്ക് ആറ്റുകാലിൽ. സാധാരണ വർഷത്തേക്കാളും കൂടുതൽ തിരക്കാണ് ഇന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയൊന്നും ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് വണ്ടി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആറ്റുകാൽ അമ്മേനെ തൊഴാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ തിരക്ക്, കണ്ടില്ലേ? ഞങ്ങൾ നടന്ന് അമ്പലത്തിലെത്തിയിട്ടു. അമ്പലത്തിലെത്തിയപ്പോൾ വലിയ ക്യൂ തൊഴാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ തൊഴാൻ എത്ര സമയം നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രശ്നമാണ്. കാല് വയ്ക്കാൻ പോലും വെറുതെ ഒന്ന് നിന്ന് കൊടുക്കാൻ ആൾക്കാരെല്ലാവരും നമ്മളെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കും. അത്രയും തിരക്കാണ്. കണ്ടില്ലേ തിരക്ക്? അങ്ങനെ ഞങ്ങള് ആറ്റുകാൽ അമ്മേനെ തൊഴുതു. കുറേ സമയം നിൽക്കേണ്ടി വന്നു തൊഴാനായിട്ട്. ഒരുപാട് സമയം 2-3 മണിക്കൂറൊക്കെ നിന്ന് എല്ലാവരും നന്നായിട്ട് തൊഴുതു. ഇനിയിപ്പോൾ റൂമിലേക്ക് വരിക. റൂമിലേക്ക് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ടുള്ള കലങ്ങളും ഇതൊക്കെ ശരിയാക്കി വെച്ചു. എൻ്റെ ദിവ്യയുടെയും കലങ്ങളും ദിവ്യയുടെയും ദിവ്യയുടെ കലം, ഇതെൻ്റെ കലം, വേറൊരു കുട്ടിയുടെ കലം, പിന്നെ അതുപോലെ തന്നെ അല്ല പൊന്നച്ച എല്ലാ കലങ്ങളും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. നെറ്റും വയ്ക്കും. കുറേ കലങ്ങളുണ്ട്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇടാനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞങ്ങളിങ്ങനെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് സമയമുണ്ട്. ഇപ്പോൾ 9:45 സമയം. 10:15 പൊങ്കാല. തിരിച്ച് തിരിച്ചിട്ടില്ല. ഞങ്ങളുടെ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ട്
ക്ഷേത്രമുണ്ട് അവിടേക്ക്, പിന്നെ വേറൊരു ശിവന്റെ അമ്പലമുണ്ട് അവിടേക്ക് 2 പക്ഷെ അത് നിങ്ങൾ കണ്ടിട്ട് ഇനി അടുത്ത വർഷം വരുമ്പോഴേ അത് കണ്ടിട്ട് പോണം. ഏത് രാത്രി ഇറങ്ങുന്ന ആ കുട്ടിയോട്ട പിള്ളേരെ പോണം കേട്ടോ. വിശേഷങ്ങൾ പറയാം. പിന്നെ അവിടെ നമ്മുടെ അങ്ങനെ ഞങ്ങള് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, ശിവന്റെ അമ്പലത്തിലേക്ക്, ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എൻ്റെ അമ്മോ, ഇവിടേക്ക് വന്നില്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു നഷ്ടമായിരുന്നു. കുറേ പേർക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു വേറൊരു ശിവന്റെ അമ്പലമുണ്ട് അവിടെ പോവാന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും കൂടി അത് വരാനങ്ങനെ നമുക്ക് സാധിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായിരുന്നു. അത്രയും അസാധ്യമായിട്ടുള്ള ഭംഗിയും എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ അത്രയും എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷവും ഒക്കെ തോന്നി. അതേ കണ്ടു ഒരു മഹാദേവൻ്റെ ഒരു സ്റ്റാച്ചു. എൻ്റെ അമ്മോ, എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കുളിർമ വരില്ലേ, അതുപോലത്തെ ഒരു അനുഭവം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. അത്രയും സന്തോഷം. കണ്ടില്ലേ ഈ അമ്പലം നിൽക്കുന്ന കണ്ടില്ലേ, ഭഗവാൻ ഇട്ടുകയറി നിൽക്കുന്ന കണ്ടില്ലേ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇത്ര ഒരു സന്തോഷം ആവാനില്ല. നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ലൊരു അമ്പലം ഉള്ളത് സത്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് വരികയാണിത്. അപ്പൊ അത്രയും ഇങ്ങനെ മനസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ തുളുമ്പി പോണ പോലത്തെ സന്തോഷമാണ്. ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സന്തോഷം. ശാന്തിക്ക് പ്രത്യേക താങ്ക്സ്. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നേന്. ചെങ്കൽ മഹാദേവി ക്ഷേത്രം ശിവനും പാർവതിയും ഉള്ളതാ. ഇതിന്റെ അകത്ത് കയറി കാണണം. അകത്ത് കയറി കാണണം. ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ഇന്ന് ഒരുപാട് സമയം വൈകി നമ്മള് ഇനി ഒരു അമ്പലത്തേക്ക് കൂടി പോവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് മാത്രമായിട്ട് ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലൊക്കെ പോണുണ്ട്. ഇപ്പൊ സമയമില്ല, വേറെ സ്ഥലത്തും കൂടെ പോവാനുള്ള കാരണം. കണ്ടോ ഈ എന്തൊരു ഭംഗിയാന്ന് കണ്ടോ. ശിവലിംഗമൊക്കെ എന്താ പറയാ, ഹനുമാൻ ശിവലിംഗം കെട്ടിപ്പിടിച്ച് കിടക്കണതാണ്. ഭയങ്കര ഭംഗിയാ കാണാനായിട്ട്. എന്ത് രസാന്നറിയോ, ഭയങ്കര രസമുണ്ട്. നമുക്ക് ഇവിടേക്കൊക്കെ വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നേനെ. നമ്മുടെ ലൈഫിൽ തന്നെ ഒരു നഷ്ടം. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ അമ്പലത്തിലേക്ക് മാത്രമായിട്ട്, ഈ അമ്പലം കുറച്ച് അമ്പലങ്ങളിലായിട്ട് മാത്രമായിട്ട് ഒരു ദിവസം വരണം. എൻ്റെ മോളെ കൊണ്ടുവരണം, ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമായി മനസ്സിൽ. ഉണ്ടോ?
പറഞ്ഞില്ലേ വേറൊരു ശിവന്റെ അമ്പലത്തിലേക്കും കൂടെ വരുന്നത് ആഴിമല ശിവക്ഷേത്രം. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? 7:30 സമയം. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും 7:30 ആകുമ്പോഴേക്കും 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അടയ്ക്കും. അത് കാരണം വേണ്ട ചെരുപ്പ് വേണ്ട. അപ്പൊ ഞാൻ കൂടുതലുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. വലിയൊരു ആൽമരം തന്നെയുണ്ട് ഫ്രണ്ടിൽ തന്നെ. അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാ കാണാനായിട്ട്. നല്ലൊരു രസമുണ്ട്, നല്ലൊരു വൈബുണ്ട് കാണാൻ. ബാക്കി വിശേഷങ്ങളൊക്കെ അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് വേഗം തൊഴുതിട്ട് വരട്ടെ. എന്താണെന്നറിയോ, അമ്പലം ചിലപ്പോൾ അടയ്ക്കും. അത് വേണം. ഹൈ ഇവിടുന്ന് സത്യം പറയാലോ, ഇവിടുന്ന് പോവാനേ തോന്നണില്ല. അത്രയും ഇഷ്ടമായി. പിന്നെ ഭയങ്കര വിഷമം ഇവിടുന്ന് പോകേണ്ട കാര്യം ആലോചിച്ചു. പക്ഷെ അമ്പലമൊക്കെ അടച്ചു, എല്ലാവരും പുറത്തേക്കാക്കി തുടങ്ങിയപ്പോൾ നമുക്കും പുറത്തു പോകാണ്ട് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ അമ്പലം തൊഴുതു കഴിഞ്ഞു. ഇനി ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു കാണാൻ പോകാനായിട്ട്. ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് ഇങ്ങനെ കുറച്ച് ഇറങ്ങിപ്പോയിട്ട് കടലൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പോകാനായിട്ട്. പക്ഷേ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. ഇപ്പോൾ സമയം ഏകദേശം 8 കണ്ടോ, കടലൊക്കെ കണ്ടു. 8:30 ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയം. അപ്പോൾ ഈ സമയത്ത് കടലിലേക്ക് ആരും ഇറക്കില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇരുട്ടത്ത് നിന്നിട്ട് ഇങ്ങനെ കടലൊക്കെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി വേറൊരു ദിവസം ഈ 2 അമ്പലത്തിലേക്ക് മാത്രമായിട്ട് വരണം. എൻ്റെ മോളെയൊക്കെ കൊണ്ട് വരണം. അപ്പോൾ ഇപ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നത് ഭയങ്കര സന്തോഷമായി. കാണാത്ത 2-3 അമ്പലങ്ങൾ കണ്ടു. ഭയങ്കര ശുഭമായിട്ടെല്ലാം അവസാനിച്ചു. ഇനി ഞങ്ങൾ മടക്കയാത്ര ആരംഭിക്കാൻ പോവാട്ടോ.